സോ നമ്മുടെ DNA ഡബിൾ ഹെലിക്സിൻ്റെ സ്ട്രക്ചറാണ് കാണിച്ചേക്കണേ. DNA ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിൽ നമുക്കിത് റൈറ്റ് ഹാൻഡഡ് ഫാഷനിൽ നമുക്കതിൻ്റെ ആ ടേണിങ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോണുകൾ, നമ്മളൊരു ഹാൻഡ് റെയിലുമായിട്ട്, സ്റ്റെയർ കേസ് ആണെങ്കിൽ അതിൻ്റെ ഹാൻഡ് റെയിലുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നല്ലോ. സോ ഇതാണ് ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞു നൈട്രോജൻ ബേസ് പെയറുകളുണ്ട്. സോ ഈ നൈട്രോജൻ ബേസ് പെയറുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അഡെനിൻ തൈമിനുമായിട്ടും ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടും. സോ ഇൻഡിവിജ്വൽ ബേസ് പെയറുകൾ ATGC ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. സോ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോണുകളും ഈ ബേസ് പെയറുകളും നമ്മൾ പറഞ്ഞ പോലെ ഈ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിന് സ്ട്രെങ്ത് കൊടുക്കുന്നത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഈ ബേസ് പെയറിൽ വൺ ബേസ് പെയർ സ്റ്റാക്സ് ഓവർ ദ അതർ ബേസ് പെയർ. സോ സ്റ്റാക്കിംഗ് ഓഫ് ബേസ് പെയേഴ്സും അതുപോലെ ഈ ബേസ് പെയറുകൾ തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടുമാണ് ഈ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിന് ഇത്രയും സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്.